ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ ഷോർട്ടായിട്ട് ഒരു സമ്മറി പോലെ പഠിക്കാൻ പോവുക. വളരെ എളുപ്പത്തിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക. മക്കളെ, ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ പഠിച്ചോ, OH ഗ്രൂപ്പിന്റെ ബേസിസിൽ. ഒരു OH ഗ്രൂപ്പ് ഉള്ളുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മോണോഹൈഡ്രിക് എന്നാ വിളിക്കുക. 2 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡൈഹൈഡ്രിക് എന്നാ വിളിക്കുക. 3 OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ട്രൈഹൈഡ്രിക് എന്നാ വിളിക്കുക. ഇതേപോലെ തന്നെ ഫിനോളിലും ഒരു OH ഗ്രൂപ്പുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേര് മോണോഹൈഡ്രിക് എന്ന, 2 OH ഗ്രൂപ്പുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേര് ഡൈഹൈഡ്രിക് എന്ന, 3 OH ഗ്രൂപ്പുള്ള ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേര് ട്രൈഹൈഡ്രിക് എന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫീനോൾ അവസാനിച്ചു. രണ്ടാമത്തെ ടൈപ്പ് എന്താ മക്കളെ? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഏത് ഹൈബ്രിഡൈസ്ഡ് ആളാ? sp3COH ബോണ്ടാ. sp3COH ബോണ്ടാ. അതിൽ ഫസ്റ്റ് കാറ്റഗറി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ആരാ പ്രൈമറി എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ഇതാണല്ലോ. ഇതിന്റെ തൊട്ടടുത്ത് ഒരു കാർബണിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു R ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ പ്രൈമറി ആൽക്കഹോൾ. ഇനി OH കണക്ട് ചെയ്ത കാർബണിന്റെ ഇവിടെയും വേറെ കാർബൺ, ഇവിടെയും വേറെ കാർബണിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് സെക്കൻഡറി എന്ന. നോക്കടാ, OH ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ഇതാ, ഇതിന്റെ കൂടെ 1, 2, 3 മറ്റു കാർബണിന്റെ ചെയിൻ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ടെർഷറി ആൽക്കഹോൾ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണിത്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് മക്കളെ, അതിൽ തന്നെ പഠിക്കാനുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് അലീലിക് ആൽക്കഹോൾ. ആരാ അലീലിക്? OH ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ഇതാണല്ലോ, ആ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. വിച്ച് മീൻസ് അതിൻ്റെ കൂടെ ഇവിടെയും സിംഗിൾ ബോണ്ട്, ഇവിടെയും സിംഗിൾ ബോണ്ട്. തൊട്ടടുത്തുള്ള കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. തൊട്ടടുത്തുള്ള കാർബൺ ആരാ? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ ടൈപ്പിനെ നിങ്ങൾ വിളിക്കുന്ന പേര് അലീലിക് ആൽക്കഹോൾ. അപ്പൊ എന്താ മക്കളെ? ബെൻസീലിക്. പഠിച്ചോ? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ sp3, കാരണം ഇവിടെയും സിംഗിൾ ബോണ്ട്, ഇവിടെയും സിംഗിൾ ബോണ്ട്. തൊട്ടടുത്തത് ആരാ മക്കളെ? ബെൻസീൻ റിങ്. ഈ ടൈപ്പിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ബെൻസീലിക് ആൽക്കഹോൾ. ക്ലിയർ? രണ്ടാമത്തത് കഴിഞ്ഞു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാ sp2COH ബോണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഫിനൈൽ. ആരാ ഫിനൈൽ? ഒരു OH ഗ്രൂപ്പ് നേരിട്ട് ബെൻസീൻ റിങ്ങിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഫിനൈൽ. അതിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് OH ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന കാർബൺ നേരിട്ട് തന്നെ അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആവുക. എങ്ങനെ മനസ്സിലായത്? ഈ കാർബണിന്റെ ഇവിടെ എന്ത് ബോണ്ട് ഉണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ടൈപ്പ് ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് വിനൈലിക്. ഓക്കെ ആണല്ലോ? യെസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് അവിടെ അവസാനിച്ചു. നെക്സ്റ്റ് മക്കളെ, IUPAC നോമൻക്ലേച്ചർ. ഒന്നുമില്ലടാ, IUPAC നോമൻക്ലേച്ചറിൽ ആകെ പഠിക്കാനുള്ളത് ഇവരുടെ കോമൺ ആയിട്ടുള്ള പേരാണ് ആൽക്കനോൾ. എന്താ വിളിക്കുക? ആൽക്കനോൾ. എക്സാമ്പിൾ കാണിച്ചു തരാടാ, അപ്പൊ മനസ്സിലാവും. CH3CH2OH, വിച്ച് മീൻസ് OH ഗ്രൂപ്പിന്റെ കൂടെ 1, 2 കാർബൺ ആണ് OH ഗ്രൂപ്പിന്റെ കൂടെ ഉള്ളതെങ്കിൽ ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് എത്തനോൾ. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോൾ, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ടനോൾ. ആ രീതിയിൽ പോകും. ഇനി ബെൻസീൻ റിങ്ങിന്റെ മേലെയാണ് OH ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീനോൾ. എന്താ വിളിക്കുക? ഫീനോൾ. ഇതാണ് IUPAC നോമൻക്ലേച്ചറിൽ നിങ്ങളെ മനസ്സിൽ വേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ. ആദ്യം പഠിക്കാനുള്ളത് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ, പിന്നെ പഠിക്കാനുള്ളത് ഫീനോളിന്റെ പ്രിപ്പറേഷൻ. ആൽക്കഹോളിനെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. നോക്ക്, ഒരു ഫസ്റ്റ് മെത്തേഡ് ഫ്രം ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിൻ ആരാ? RX എന്നുള്ള ഫോർമുല ഉള്ള ആളാ.
ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഈ OH ഗ്രൂപ്പ് എക്സിനെ വന്ന് റീപ്ലേസ് ചെയ്യും. നോക്കണേ, ഇവിടെയുള്ള OH ഗ്രൂപ്പ് എക്സിനെ വന്ന് റീപ്ലേസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ROH. ആരാ ROH? ആൽക്കഹോള് കിട്ടി. ഫസ്റ്റ് മെത്തേഡ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കീൻസ്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ആൽക്കീൻ എന്ന് പറയുന്നത്. ആ ആൽക്കീനില് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ആരാ? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. എങ്ങനെ മനസ്സിലാക്കുക കേട്ടോ? ഒരു ആൽക്കീൻ എടുത്തു, അതിലോട്ട് ഹൈഡ്രേഷൻ നടത്തുക. എന്താ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുക. ആരെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യുക? ഒരു ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യുക. വിച്ച് മീൻസ് വെള്ളത്തിൽ H+ ഉണ്ട്, OH- ഉണ്ട്. Hനെ ഞാൻ ഈ കാർബണിലോട്ടും OHനെ ഞാൻ ഈ കാർബണിലോട്ടും കൊടുത്തു. അതായത് CH2 CH3 ആയിട്ട് മാറി. CH2ന്റെ കൂടെ വരുന്ന ആള് OH ആണ്. CH2OH ആരുണ്ടാക്കിയടാ? ആൽക്കഹോൾ എന്ന് പറയുന്ന ആളെ നമ്മൾ ഉണ്ടാക്കി. രണ്ടാമത്തത് അതുപോലെ തന്നെ ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീന. എങ്ങനെയാ മനസ്സിലായത്? ഇവിടെ CH, ഇവിടെ CH2. ഡബിൾ ബോണ്ടിന്റെ 2 സൈഡും സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അവരെ നമുക്ക് അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വിളിക്കാം. ഇനി അതിലോട്ട് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ H+ ഉണ്ട്, OH- ഉണ്ട്. വെറുതെ ആഡ് ചെയ്യാൻ പറ്റൂല. അവിടെ ഒരു റൂള് വേണം. ആ റൂളിന്റെ പേരാണ് മക്കളെ മാർക്കോണിക്കോഫ്സ് റൂള്. എന്താ റൂളിന്റെ പേര്? മാർക്കോണിക്കോഫ്സ് റൂള്. എന്താ മാർക്കോണിക്കോഫ്സ് റൂള്? പറ. പോസിറ്റീവ് പാർട്ട് എങ്ങോട്ട് ആഡ് ചെയ്യണമെന്നാ മാർക്കോണിക്കോഫ് റൂള് പറയുന്നത്? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക്. നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് ആഡ് ചെയ്യണമെന്നാ പറയുന്നത്? ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക്. അപ്പോൾ H+ നിങ്ങൾ CH2ലോട്ടും ആഡ് ചെയ്യും, OH- CHലോട്ടും ആഡ് ചെയ്യും. CHOH CH3 ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്തു. അതിൽ തന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ആരാ? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എങ്ങനെയാ മക്കളെ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നടത്തുക? നിങ്ങളൊരു ആൽക്കീൻ എടുക്കുക, അതിലോട്ട് ഡൈബൊറൈൻ ആഡ് ചെയ്യുക. ആരാ ആഡ് ചെയ്യേണ്ടത്? ഡൈബൊറൈൻ. ഡൈബൊറൈൻ്റെ ഫോർമുല B2H6 എന്ന് വിളിക്കാം. ആരാ? ഡൈബൊറൈൻ്റെ ഫോർമുല എന്താടാ? B2H6 ആണ് മക്കളെ ഡൈബൊറൈൻ്റെ ഫോർമുല. B2H6. ആരാ മക്കളെ? B2H6 ഡൈബൊറൈൻ്റെ ഫോർമുല. നോക്ക്, B2 H ഇവിടെ 2, ഇവിടെയും 2. അപ്പൊ ടോട്ടൽ എത്ര ആയടാ? നോക്ക്, ഇവിടെ H3 ആണ് വരുന്നത്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കടാ. ഈ ഫോർമുല ഒന്ന് മാറ്റി എഴുതണേ, ശ്രദ്ധിച്ചോ. ഫോർമുല ഇതാണ് വരുന്നത്. എല്ലാവരും നോക്കണേ. ഫോർമുലയിൽ വരുന്ന ആളിതാണ്. B2H6 ആണ് വരുന്നത്. വിച്ച് മീൻസ് ഡൈബൊറൈൻ. ആരാ ഡൈബൊറൈന്? B2H6 ആണ് ഡൈബൊറൈനെ ഞാൻ ആഡ് ചെയ്യുന്നു. ഡൈബൊറൈൻ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ആൽക്കീൻ എടുത്താൽ പോരാ, അങ്ങനെ എത്ര ആൽക്കീനും കൂടി വേണം? 2 ആൽക്കീൻ. ടോട്ടൽ എത്ര ആൽക്കീൻ വേണം? 3 ആൽക്കീൻ. ആ 3 ആൽക്കീനിലോട്ട് നിങ്ങൾ ഡൈബൊറൈൻ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആളുടെ പേരാണ് ട്രൈ ആൽക്കൈൽ ബൊറൈൻ. എന്താ പേര്? ട്രൈ ആൽക്കൈൽ ബൊറൈൻ. അതിലോട്ട് നിങ്ങൾ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൽക്കഹോൾ കിട്ടും. 1 ആൽക്കഹോൾ അല്ല കിട്ടുക, 3 ആൽക്കഹോൾ കിട്ടും. കാരണം നിങ്ങൾ എത്ര ചെയിൻ എടുക്കുന്നുണ്ട്? 3 ചെയിൻ എടുക്കുന്നുണ്ട്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ കഴിഞ്ഞു. അടുത്ത മെത്തേഡ് ഫ്രം കാർബോണിൽ കോമ്പൗണ്ട്സ്. പഠിച്ചു വെച്ചോ, തലയിൽ കയറ്റിക്കോ. കാർബോണിൽ കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് 3 പഠിക്കാനുള്ളത്. ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ തന്നെ പഠിച്ചോ. ആൽഡിഹൈഡിനെ H എന്ന് കണ്ടാൽ റിഡക്ഷൻ. ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. കീറ്റോണിന് റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കാർബോക്സിലിക് ആസിഡിന് റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഓർത്ത് വെച്ചോ. ഇനി റിഡക്ഷൻ നടത്തണമെങ്കിൽ അവിടെ റെഡ്യൂസിങ് ഏജന്റ് വേണമല്ലോ. ആരാ റെഡ്യൂസിങ് ഏജന്റ്? പഠിച്ചു വെച്ചോ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോഡിയം ബോറോൺ ഹൈഡ്രൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. നിക്കൽ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങൾ റിഡക്ഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ആൽക്കഹോളുകൾ കിട്ടും.
ഓക്കെ ആണല്ലോ. അടുത്ത മെത്തേഡ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഫ്രം ആരാ? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്, RMGX. എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല? RMGX. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല RMGX. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല ശ്രദ്ധിച്ചോ. ഗ്രിഗ്നാർഡ് റിയേജന്റിലോട്ട് ഞാൻ C ഡബിൾ ബോണ്ട് O കാർബോണിൽ കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോകും, വിച്ച് മീൻസ് ഇയാളുടെ മുകളിൽ മൈനസ് ചാർജ്, ഇയാളുടെ മുകളിൽ പ്ലസ് ചാർജ് വരും. ആ സമയത്ത് പഠിച്ചോ, 6 നെഗറ്റീവ് ചാർജ് ആണ് കാണിക്കുക. R ഗ്രൂപ്പ് നെഗറ്റീവാ, MgX എന്ന് പറയുന്ന ഭാഗം പോസിറ്റീവാ. അതായത് ഇവിടെയുള്ള മൈനസ് ഇവിടെയുള്ള പ്ലസിലോട്ടും ഇവിടുത്തെ പ്ലസ് ഇവിടുത്തെ മൈനസിലോട്ടും പോവും. അതാണ് അഡക്റ്റ്. ആരാ? അഡക്റ്റ്. ആ അഡക്റ്റിലോട്ട് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൽക്കഹോൾ കിട്ടും. ആൽക്കഹോൾ കിട്ടും. അതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റിലെ പ്രിപ്പറേഷൻ. ഇനി ഇവിടെ നിങ്ങൾ ഒരു 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ. നിങ്ങൾ എടുക്കുന്ന ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ, ആരാ ഫോർമാൽഡിഹൈഡ്? 1 കാർബണുള്ള ആൽഡിഹൈഡ്, അതാണ് HCHO. ഫോർമാൽഡിഹൈഡിലോട്ടാണ് നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. വാട്ടറും വേണമല്ലോ. ഗ്രിഗ്നാർഡ് റിയേജന്റും വാട്ടറും ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൽക്കഹോള് പ്രൈമറി ആൽക്കഹോളാ. ഏത് ആൽക്കഹോളാ? പ്രൈമറി ആൽക്കഹോളാ. ഇനി ബാക്കിയുള്ള ഏത് ആൽഡിഹൈഡ് ആയിക്കോട്ടെ, ഫോർമാൽഡിഹൈഡ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഏത് ആൽഡിഹൈഡിക്കും നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ത് ആൽക്കഹോൾ എന്നറിയോ? സെക്കൻഡറി ആൽക്കഹോളാ കിട്ടുക. സെക്കൻഡറി ആൽക്കഹോളാ കിട്ടുക. ഇനി കീറ്റോണിലോട്ടാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണേ, കീറ്റോണിലോട്ടാണ് നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൽക്കഹോളിന്റെ പേര് ടെർഷ്യറി ആൽക്കഹോളാ. എന്താ പേര്? ടെർഷ്യറി ആൽക്കഹോളാ കിട്ടുക. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്നുള്ള ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനും അവസാനിച്ചു. അടുത്തത് നോക്കണം മക്കളെ. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഫീനോളിന്റെ പ്രിപ്പറേഷനാ. ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഹാലോ അരീനിൽ നിന്നും. ബെൻസീൻ റിങ്ങിന്റെ മേലൊരു ഹാലോജൻ വന്നാൽ അതിനെ നിങ്ങൾ ഹാലോ അരീൻ എന്ന് വിളിക്കും. അതിലോട്ടൊരു ആൽക്കലി NaOH ആഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ 623 കെൽവിൻ, പ്രഷർ 300 atm ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിന്റെ മേലെ ONA എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും. അതിനെ ഒരു ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OH, ആരാ മക്കളെ? ഫീനോള് കിട്ടും. പഠിച്ചു വെച്ചോ, ഫീനോള് കിട്ടും. ഫീനോള് കിട്ടും. ഇതിന്റെ പേര് സോഡിയം ഫീനോക്സൈഡ് എന്ന. സോഡിയം ഫീനോക്സൈഡ് അതൊരു ഇന്റർമീഡിയറ്റാ. അതിലോട്ട് ആസിഡ് ആഡ് ചെയ്താൽ ഫീനോള് കിട്ടും. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ. രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് നോക്കടാ. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഒന്നുമില്ല, ഒരു ബെൻസീൻ റിങ് എടുത്തു. ആ ബെൻസീൻ റിങ്ങിനെ ഒലിയവുമായി ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ബെൻസീൻ റിങ്ങിന്റെ മേലെ SO3H വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ബെൻസീൻ സൾഫോണിക് ആസിഡ്. അതിലോട്ട് നിങ്ങൾ NaOH ആൻഡ് H+ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫീനോൾ ആയിട്ടുള്ള ബെൻസീന്റെ മേലെ OH ഉള്ള ഫീനോളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡും കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ മെത്തേഡാണ് മക്കളെ, പഠിച്ചു വെച്ചോ, അനിലീൻ എടുക്കുക. ആരാ അനിലീൻ? ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2 ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അനിലീന്. അനിലീന്. ആ അനിലീന് NaNO2മായും അതുപോലെ തന്നെ HCl-ഉമായിട്ടും ട്രീറ്റ് ചെയ്യുക. പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആള് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇതിനെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ BDC എന്നൊക്കെ വിളിക്കും. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതിലോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നേരെ ആരെ കിട്ടും മക്കളെ? ഫീനോളിനെ കിട്ടും. പഠിച്ചു വെച്ചോ, ഫീനോളിനെ കിട്ടും. ഓക്കെ അല്ലേ? ലാസ്റ്റ് മെത്തേഡ് ഫ്രം ക്യുമീൻ. ആരാ ക്യുമീൻ എന്ന് ചോദിച്ചാൽ ബെൻസീൻ റിങ്ങിന്റെ മേലെ CH3CH ആരാ? CH3CH ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. അതിലോട്ട് നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യുന്നു. ആരാഡ് ചെയ്യുന്നു? ഓക്സിജൻ ആഡ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നടത്തിയാൽ ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് കിട്ടും. അതിന്റെ പേരാണ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. ആരെ കിട്ടുക? ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. അതായത് ഈ
ഓക്സിജൻ ഈ സെൻറ്ററത്തെ കാർബണിന്റെ കൂടെ കയറും. കണ്ട COOH വിച്ച് മീൻസ് ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. അതിനെ നിങ്ങൾ വാട്ടറും ആൻഡ് പ്രസൻസ് ഓഫ് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്കത് നേരെ ആരായിട്ട് മാറും? ഫീനോൾ ആയിട്ട് മാറും. ഫീനോൾ മാത്രമല്ല, അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, അതാണ് CH3COCH3 വിച്ച് മീൻസ് നിങ്ങൾക്ക് അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു കീറ്റോണും കിട്ടും. ഇത് പ്രൊപ്പനോൺ എന്ന് പറയുന്ന കീറ്റോണാ. ആരാ മക്കളെ? പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ എന്നൊക്കെ വിളിക്കാം. ആരാ? അസറ്റോൺ എന്നൊക്കെ വിളിക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്, 4 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആര്? ഫീനോളും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നെക്സ്റ്റ് മക്കളെ, ഫിസിക്കൽ പ്രോപ്പർട്ടി. ഒറ്റ പോയിന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിക്കാനുള്ളൂ, അതാണ് നിങ്ങളുടെ ബോയിലിംഗ് പോയിന്റ്. പഠിച്ചോ? നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഹൈഡ്രോ കാർബണിനേക്കാളും ഹാലോ ആൽക്കൈനിനേക്കാളും ആരെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാ? നിങ്ങളുടെ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാ. കാരണം അവർക്കിടയിൽ എന്ത് ബോണ്ട് ഉണ്ട് മക്കളെ? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്നോർത്താൽ നല്ലത്. ഇനി ബോയിലിംഗ് പോയിന്റിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടർ പഠിച്ചോ? കാർബണിന്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. 10 കാർബൺ ഉള്ള ആൾക്കാണോ 5 കാർബൺ ഉള്ള ആൾക്കാണോ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്ന് ചോദിച്ചാൽ 10 കാർബൺ ഉള്ള ആൾക്കാണ്. ഇനി കാർബണിന്റെ ചെയിനിന്റെ മുകളിലുള്ള ബ്രാഞ്ചിങ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അതായത് കാർബണിന്റെ എണ്ണവും ബോയിലിംഗ് പോയിന്റും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ ബ്രാഞ്ചിങ്ങും ബോയിലിംഗ് പോയിന്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ള പോയിന്റും കൂടി ഓർത്താൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ബോയിലിംഗ് പോയിന്റും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനിയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾ. നോക്കണേ, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾ 2 രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് CO ബോണ്ടും ഉണ്ട്, റിയാക്ഷൻസ് ഇൻവോൾവിംഗ് OH ബോണ്ടും ഉണ്ട്. അതിൽ ആദ്യം പഠിക്കുന്നത് കാർബൺ ഓക്സിജൻ ബോണ്ടിന്റെ ബ്രേക്കിംഗ്. അതായത് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നുള്ള മീനിങ്ങാ. കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ്. ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് HX. ഒന്നുമില്ലടാ, ഹൈഡ്രജൻ ഹാലൈഡ് നിങ്ങൾ ഒരു ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്താൽ ഇവിടെയുള്ള, ശ്രദ്ധിച്ചോ, OHും ഇവിടെയുള്ള OHും ഇവിടെയുള്ള Hും കൂടി റിമൂവ് ആവും. ആരാ പോവാ? OHും Hും കൂടിയാൽ വാട്ടർ പോയി, ബാക്കി ലിങ്ക് ചെയ്യുക RX. ആരാ RX? ഹാലോ ആൽക്കൈന് കിട്ടി. ആരാ കിട്ടി? ഹാലോ ആൽക്കൈന് കിട്ടി. ഒന്നാമത്തെ റിയാക്ഷൻ പഠിച്ചു. രണ്ടാമത്തെ റിയാക്ഷൻ വിത്ത്, അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ലൂക്കാസ് ടെസ്റ്റ്. എന്താ ലൂക്കാസ് ടെസ്റ്റ്? 3 ടൈപ്പ് ആൽക്കഹോൾ പഠിപ്പിച്ചല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷറി ആൽക്കഹോളിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റിന്റെ പേരാണ് മക്കളെ ലൂക്കാസ് ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ഉണ്ട്, ആ റിയേജന്റിന്റെ പേരാണ് ലൂക്കാസ് റിയേജന്റ്. ആരാ ലൂക്കാസ് റിയേജന്റ് എന്ന് എക്സാമിന് ചോദിച്ചാൽ പഠിച്ചോ പൊന്നു മക്കളെ? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ആരാ? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl കൂടിയ ആ റിയേജന്റിനെയാണ് നിങ്ങൾ ലൂക്കാസ് റിയേജന്റ് എന്ന് വിളിക്കുക. ഇനി എങ്ങനെയാ മനസ്സിലാക്കുക അറിയോ? നിങ്ങളെ കയ്യിലുള്ള ആൽക്കഹോള് ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ അതിലോട്ട് ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സൊല്യൂഷൻ ഒന്നിങ്ങോട്ട് കലങ്ങും. ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി. പെട്ടെന്ന് കലങ്ങുന്നുണ്ടെങ്കിൽ അത് ടെർഷറി ആൽക്കഹോളാ. സെക്കൻഡറി ആൽക്കഹോൾ ആണ് നിങ്ങളെ കയ്യിലെങ്കിൽ പെട്ടെന്ന് കലങ്ങൂല, ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി അല്ല, ടെർബിഡിറ്റി ആഫ്റ്റർ സം ടൈം. ഒരു 5 മിനിറ്റിന്റെ ഒക്കെ ഉള്ളിൽ, 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നിട്ട് കലങ്ങും. അതിന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കയ്യിലുള്ള ആൽക്കഹോൾ ഏത് ആൽക്കഹോളാ? സെക്കൻഡറി ആൽക്കഹോളാ. ഇനി പ്രൈമറി ആണെങ്കിൽ നിങ്ങൾ ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്തോ, ഒരു കാര്യമില്ലടാ. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ നോ ടെർബിഡിറ്റി, അവിടെ കലക്കൊന്നുമില്ല, അത് പ്രൈമറി ആണ്, കട്ട്. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് മക്കളെ നിങ്ങളുടെ ലൂക്കാസ് ടെസ്റ്റ്. ഇനി രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ പറയാണ്, റിയാക്ഷൻ വിത്ത് PCl3 PCl5 SOCl2. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസിൽ പഠിച്ചു, അത് തന്നെയാണ് ആൽക്കഹോളിലും പഠിക്കാനുള്ളത്. എന്താ മക്കളെ? നിങ്ങൾ PCl3 നിങ്ങൾ നേരെ ഒരു ROH ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്താൽ ക്ലോറിൻ വന്ന് OHനെ റീപ്ലേസ് ചെയ്യും, RCl കിട്ടും. ബൈ പ്രൊഡക്റ്റ്
H3PO3. പഠിച്ചോ? ഇനി ഈ റിയാക്ഷൻ ഏത് റേഷ്യോയിലെ നടക്കുള്ളൂ എന്ന് പഠിച്ചിക്കണ്? 3:1. 3 ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ഒരു PCl3 മതി. അതാണ് 3:1 എന്ന് പറയുന്ന റേഷ്യോ. രണ്ടാമത്തെ ആള് PCl5. ഒന്നുമില്ലടാ, ഈ ക്ലോറിൻ വന്ന് OHന്റെ സ്ഥാനത്ത് കയറും, RCl കിട്ടി. ബൈ പ്രൊഡക്റ്റ് പഠിച്ചു വെക്കണേ, HClഉം POCl3യും. SOCl2 ആഡ് ചെയ്യുമ്പോഴും ഇവിടെയുള്ള ക്ലോറിൻ OHന്റെ സ്ഥാനത്ത് കയറി വരും, അപ്പോഴും RCl. ബൈ പ്രൊഡക്റ്റ് കൊടുത്തു വെക്കണേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. HClഉം SO2ഉം. കാരണം ഈ HClഉം ഗ്യാസാണ്, SO2 ആരാണ്? ഗ്യാസാണ്. അവരെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് ബെസ്റ്റ് മെത്തേഡാ എന്നൊക്കെ നിങ്ങൾ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻസിൽ പഠിച്ചു. അത് തന്നെയാണ് ആൽക്കഹോളിലും എനിക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനും കഴിഞ്ഞു. മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷനാണ് ഡീഹൈഡ്രേഷൻ. എന്താ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ടറിനെ റിമൂവ് ചെയ്യുക, വെള്ളത്തിനെ റിമൂവ് ചെയ്യുക, അതാണ് ഡീഹൈഡ്രേഷൻ. ആ പ്രോസസ്സ് പഠിച്ചോ? സിമ്പിളാ. ഡീഹൈഡ്രേഷൻ നടത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന റിയേജന്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ആരാ? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. എത്രയാ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ പൊന്നുമക്കളെ, 443 കെൽവിൻ. 443 കെൽവിൻ, 443 കെൽവിനാ. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ഇവിടെയുള്ള OH റിമൂവ് ആയി. ഈ OH കണക്ട് ചെയ്ത കാർബൺ ആൽഫ, തൊട്ടപ്പുറത്തുള്ള കാർബൺ ബീറ്റ. ഇത് ആൽഫ, ഇത് ബീറ്റ. OH ഇവിടെ നിന്ന് റിമൂവ് ആയി. ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും റിമൂവ് ആവും. ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും റിമൂവ് ആവും. വിച്ച് മീൻസ് CH3 എന്ന് രച്ച് പോയാൽ CH2. ഇവിടെയും CH2. അപ്പൊ സെൻട്രൽ എന്ത് ബോണ്ടായി? ഡബിൾ ബോണ്ട്, വാട്ടർ ബൈ പ്രൊഡക്റ്റ്. ഇനി ഇവിടെ നോക്കടാ, OH കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തന്നെ OH കണ്ട് ഒഴിവാക്കുക. ഇനി ഇത് ആൽഫ ആണല്ലോ, ഇവിടെ ഉള്ളതും ബീറ്റ. ഇത് ബീറ്റ 1, ഇത് ബീറ്റ 2. നിങ്ങൾ പഠിച്ചിക്കണേ, 2 ബീറ്റ കാർബൺ ഒരുമിച്ച് വന്നാൽ അവിടെ നിങ്ങൾ ഒരു റൂൾ യൂസ് ചെയ്യണം. ആ റൂളിന്റെ പേരാണ് മക്കളെ, എല്ലാ കുട്ടികൾക്കും അറിയാം, സെയ്ഡ്സെഫ്സ് റൂള്. എന്താ റൂളിന്റെ പേര്? സെയ്ഡ്സെഫ്സ് റൂള്. സെയ്ഡ്സെഫ്സ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെയുള്ള എലിമിനേഷൻ നടത്തേണ്ടത്. 2 ബീറ്റ ഉണ്ട്, ബീറ്റ 1ഉം ബീറ്റ 2ഉം. എവിടെ നിന്ന് ഹൈഡ്രജൻ ഒഴിവാക്കണം എന്ന് ചോദിച്ചാൽ കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. കുറവ് നമ്പർ ഹൈഡ്രജൻ ഉള്ള സ്ഥലത്ത് നിന്ന് വേണം നിങ്ങൾ ഹൈഡ്രജൻ ഒഴിവാക്കാൻ. ഇവിടെയല്ലേ ഹൈഡ്രജൻ കുറവ്, അവിടെ നിന്ന് H ഒഴിവാക്കി. കണ്ടോ? CH, ഡബിൾ ബോണ്ട് CH ആയി. ബുദ്ധിമുട്ടില്ലല്ലോ? OH പോയി, H പോയി. സെയ്ഡ്സെഫ് റൂൾ വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് മക്കളെ നിങ്ങളുടെ മൂന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി. നാലാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചോ? ഓക്സിഡേഷനാ. ഓക്സിഡേഷനാ, ഓക്സിഡേഷനാ. എന്താ ഓക്സിഡേഷൻ? പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടും ആൽഡിഹൈഡ്. എപ്പോ ആൽഡിഹൈഡ് കിട്ടും എന്നറിയോ? പഠിച്ചോ? ഓക്സിഡേഷൻ നടത്തുന്ന ഓക്സിഡൈസിങ് ഏജന്റ് മൈൽഡ് ആവുമ്പോ, സ്ട്രോങ് അല്ല, മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് പ്രൈമറി ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽഡിഹൈഡ്. അപ്പൊ ക്വസ്റ്റ്യൻ, ആരാ സാറേ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്? ഒരുപാടുണ്ടാ, ഒരു 3 ആളെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതാ. പഠിച്ചോ? CrO3, PCC, കോപ്പർ അറ്റ് 573 കെൽവിൻ. ആരാ PCC? പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. അല്ലെങ്കിൽ ആരാ? കോപ്പർ അറ്റ് 573 കെൽവിൻ. ഇനി ഇതേ പ്രൈമറി ആൽക്കഹോളിലോട്ട് ഞാൻ ഓക്സിഡേഷൻ നടത്തുന്നു ബൈ യൂസിങ് ഏത് ഓക്സിഡൈസിങ് ഏജന്റ്? സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്. ലൈക്ക് ആരൊക്കെയാ മക്കളെ? പഠിച്ചോ? KMnO4, K2Cr2O7, H2CrO4 പോലുള്ള ആൾക്കാർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആള് കാർബോക്സിലിക് ആസിഡാ. ആരെ കിട്ടുക? കാർബോക്സിലിക് ആസിഡാ. റിയാക്ഷൻ മാറുന്നത് മറക്കരുത്. ഇനി ഞാൻ എടുക്കുന്ന ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ അതിലോട്ട് ഓക്സിഡേഷൻ നടത്തിയാൽ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് മക്കളെ കീറ്റോണാ കിട്ടുക. ഏത് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം? സ്ട്രോങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈൽഡ് ഉപയോഗിക്കാം. ഈ പറഞ്ഞ 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാം. ദാറ്റ്സ് ദ എന്ത് മക്കളെ? ഓക്സിഡേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? യെസ്, ഓക്സിഡേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ പഠിച്ചല്ലോ. ഇനി OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ പഠിക്കണം. ആകെ 2 പഠിക്കാനുള്ളത് OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൽ. ഒന്നാമത്തത് ആസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. ആൽക്കഹോളിന്റെയും ഫീനോളിന്റെയും ആസിഡിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. ആസിഡിറ്റി എന്താ? ആസിഡിറ്റി എന്ന് പറഞ്ഞാൽ പഠിച്ചോ? ഒരു പോയിന്റ് കൊടുത്തു വെച്ചോ. ആസിഡിറ്റിയും കാർബണിന്റെ എണ്ണവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതായത്
കാർബണിന്റെ എണ്ണം കൂടുന്തോറും അവിടെയുള്ള ആസിഡിറ്റി കുറയും. പഠിച്ചു വെക്കണേ. രണ്ടാമത്തെ കാറ്റഗറി കാര്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 2 ടൈപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് കാർബണിന്റെ ചെയിനിന്റെ മുകളിൽ വരുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ആസിഡിറ്റി കുറയും. പഠിക്കണേ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കുറയും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കൂടും. 2 പോയിന്റ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കുറയും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കൂടും എന്നോർത്ത് വെച്ചാൽ ആസിഡിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ചു. ഇതിൽ തന്നെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് മക്കളെ എസ്റ്ററിഫിക്കേഷൻ. ഒന്നുമില്ലടാ, ഒരു കാർബോക്സിലിക് ആസിഡും നോക്കണേ, ഒരു കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ഒരു ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല എന്താ? RCOOH. ROH ആൽക്കഹോളാ. ഇവിടെ നിന്ന് വാട്ടർ റിമൂവ് ചെയ്തിട്ട് എസ്റ്റർ ഉണ്ടാവും. എന്താ എസ്റ്ററിന്റെ ഫോർമുല? RCOOR. ഇതാണല്ലോ എസ്റ്റർ. എസ്റ്റർ ഉണ്ടാവുന്ന ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ എസ്റ്ററിഫിക്കേഷൻ. എന്താ വിളിക്കുക? എസ്റ്ററിഫിക്കേഷൻ എന്നാ വിളിക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് മക്കളെ, എസ്റ്ററിഫിക്കേഷൻ കഴിഞ്ഞാൽ ഫീനോളിന്റെ റിയാക്ഷനാ. വളരെ ഇമ്പോർട്ടൻ്റാ, പഠിച്ചു വെക്കണേ പൊന്നു മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റാ, വളരെ എളുപ്പമാ. എന്താ ഫീനോളിന്റെ റിയാക്ഷൻ? ഒന്ന് പഠിച്ചു വെച്ചോ. ഫീനോളിന്റെ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈപ്പാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒന്നുമില്ലടാ, ഞാൻ നൈട്രേഷനാ പറയുന്നത്. നൈട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫീനോളിലോട്ട് ഞാൻ ഡൈല്യൂട്ട് HNO3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഓർത്തോ പ്രൊഡക്റ്റും കിട്ടും, പാരാ പ്രൊഡക്റ്റും കിട്ടും. വിച്ച് മീൻസ് ഓർത്തോയിലും NO2 വരും, പാരയിലും NO2 വരും. എപ്പോ? ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്യുമ്പോൾ. ഇനി അതേ കേസിൽ ഞാൻ ഫിനോളിലോട്ട് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്താൽ, അതേ കേസിൽ ഞാൻ ഫിനോളിലോട്ട് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്താൽ എനിക്ക് എല്ലാ ഓർത്തോ പൊസിഷനിലും എല്ലാ പാരാ പൊസിഷനിലും NO2 ഗ്രൂപ്പ് കിട്ടും. എല്ലാ ഓർത്തോയിലും എല്ലാ പാരയിലും എനിക്ക് NO2 ഗ്രൂപ്പ് കിട്ടും. അങ്ങനെ 3 പൊസിഷനിൽ NO2 വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് പിക്രിക് ആസിഡ്. എന്താ വിളിക്കുക? പിക്രിക് ആസിഡ്. അല്ലെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്നും വിളിക്കാം, പിക്രിക് ആസിഡ് എന്ന് കോമൺ ആയിട്ട് വിളിക്കാം. ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡും മാറിപ്പോകരുത്, ശ്രദ്ധിച്ചു തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹാലോജിനേഷൻ. ഇതേപോലെ തന്നെ ബ്രോമിൻ ഇൻ CS2ന്റെ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോ പ്രൊഡക്റ്റും വേറെ കിട്ടും, പാരാ പ്രൊഡക്റ്റും കിട്ടും. ഇനി നിങ്ങൾ ബ്രോമിൻ ആഡ് ചെയ്യുന്നു വാട്ടറിന്റെ പ്രസൻസിലാണെങ്കിൽ, ബ്രോമിൻ ആഡ് ചെയ്യുന്നു വാട്ടറിന്റെ പ്രസൻസിലാണെങ്കിൽ 3, അതായത് എല്ലാ ഓർത്തോയിലും എല്ലാ പാരയിലും ബ്രോമിൻ കടന്നു വരും. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ വളരെ നല്ലത്. പഠിച്ചു വെക്കണേ. ഓക്കെ, യെസ്. നെക്സ്റ്റ് കോൾബ്സ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും പഠിക്കാനുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റാ. കോൾബ്സ് റിയാക്ഷനും ഉണ്ട്, പിന്നെ ആരുണ്ട്? റീമൻ ടീമൻ റിയാക്ഷൻ ഉണ്ട്. നോക്കണേ, രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കോൾബ്സ് റിയാക്ഷനും ഉണ്ട്, റീമർ ടീമൻ റിയാക്ഷനും ഉണ്ട്. രണ്ടും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ കോൾബ്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലടാ, നിങ്ങളൊരു ഫീനോൾ എടുക്കുക. ശ്രദ്ധിച്ചോ, കോൾബ്സ് റിയാക്ഷനിൽ ഇത്രേ പഠിക്കാനുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണേ മക്കളെ. നിങ്ങളൊരു ഫീനോൾ എടുക്കുക. ഓക്കെ, ആ ഫീനോളിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ അത് അങ്ങോട്ട് പഠിച്ചു വെച്ചോ, കാണാതെ. NaOH ആഡ് ചെയ്യണം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആഡ് ചെയ്യണം. ആരാ ആഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ NaOHും ആഡ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡും നിങ്ങൾ കോൾബ്സ് റിയാക്ഷനിലോട്ട് ആഡ് ചെയ്യണം. പ്ലസ് ഒരാളും കൂടി വേണം, അതാണ് മക്കളെ H+. ആരാ? H+. 3 ആൾക്കാരെ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഇവിടെ ആരുണ്ട്? OH ഉണ്ടല്ലോ. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OH ഉണ്ടല്ലോ. ഇനി അതിന്റെ തൊട്ടടുത്ത പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് കടന്നു വരും? COOH കടന്നു വരും. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. എന്താ വിളിക്കുക? സാലിസിലിക് ആസിഡ്. അപ്പൊ സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ്
മക്കളെ കോൾബ്സ് റിയാക്ഷൻ. എന്താ വിളിക്കുക? കോൾബ്സ് റിയാക്ഷൻ എന്നാ വിളിക്കുക. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ റീമർ ടീമൻ റിയാക്ഷനാ. റീമൻ ടീമൻ റിയാക്ഷനിൽ ഒന്നുമില്ലടാ, നിങ്ങൾ ബെൻസീൻ റിങ്ങിന്റെ മേലിൽ OH ഉള്ള ആള് ആരാ? ഫീനോൾ ആണല്ലോ. ആ ഫീനോളിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആളുകൾ ആരാന്ന് ചോദിച്ചാൽ NaOH വേണം, അതുപോലെ തന്നെ CHCl3 ക്ലോറോഫോം എന്ന് പറയുന്ന ആള് CHCl3 അതും എന്തിന്റെ പ്രസൻസിൽ തന്നെയാ ആഡ് ചെയ്യേണ്ടത്? H+ പ്രസൻസിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ആരെ കിട്ടുന്ന അറിയോ മക്കളെ? OH ഓൾറെഡി ഉണ്ട്, തൊട്ടടുത്ത് CHO ഗ്രൂപ്പ്. ആരാ CHO ഗ്രൂപ്പ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരാണ്, പഠിച്ചു വെച്ചോ, സാലിസിൽ ആൽഡിഹൈഡ്. എന്താ പേര്? സാലിസിൽ ആൽഡിഹൈഡ്. അപ്പൊ കോൾബ്സ് റിയാക്ഷനിൽ കിട്ടുന്നത് സാലിസിലിക് ആസിഡും റീമർ ടീമൻ റിയാക്ഷനിൽ കിട്ടുന്നത് സാലിസിൽ ആൽഡിഹൈഡുമാണെന്ന് പഠിച്ചാൽ ആ രണ്ട് റിയാക്ഷനും കംപ്ലീറ്റ് ആയി. അടുത്തതാണ് മക്കളെ റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഒന്നുമില്ലടാ, സിങ്ക് നിങ്ങൾ ഫിനോളുമായി ട്രീറ്റ് ചെയ്താൽ ഇവിടുത്തെ സിങ്കും ഈ ഓക്സിജനും കൂടി കൂടിയിട്ട് ZNO പുറത്തോട്ട് പോവും. പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിങ് മാത്രം ബാക്കി. ആ ഏത് റിങ്ങാടാ? ബെൻസീൻ റിങ്. അപ്പൊ ഫിനോളിലോട്ട് സിങ്ക് ആഡ് ചെയ്താൽ ബെൻസീൻ കിട്ടുമെന്ന് പഠിച്ചാൽ മതി. അതാണ് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ്. നെക്സ്റ്റ് മക്കളെ ഓക്സിഡേഷൻ. നിങ്ങൾ ഫിനോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള Na2Cr2O7 പോലുള്ള ആളുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന ആള് ബെൻസോക്വിനോൺ. ആരെ കിട്ടുക? ബെൻസോക്വിനോൺ. സ്ട്രക്ചർ പഠിച്ചു വെക്കണേ മക്കളെ. ബെൻസോക്വിനോണിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ഇതൊരു ഡാർക്ക് റെഡ് കളറൊക്കെ ഉണ്ടാവുക ഈ ബെൻസോക്വിനോൺ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് മക്കളെ പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൽക്കഹോൾസ്. അതിലൊന്നാമത്തെ ആൽക്കഹോൾ മെത്തനോൾ. എന്താ മെത്തനോളിന്റെ ഫോർമുല? CH3OH. ഒരു കാർബണുള്ള ആൽക്കഹോളിനാണ് നിങ്ങൾ എന്ത് വിളിക്കുക? മെത്തനോൾ എന്ന് വിളിക്കുക. ഇതിന് വേറൊരു പേരും കൂടി അറിയപ്പെടും, ദാറ്റ് ഈസ് വുഡ് സ്പിരിറ്റ്. മെത്തനോളിന് അറിയപ്പെടുന്ന വേറൊരു പേരെന്താടാ? വുഡ് സ്പിരിറ്റ്. എങ്ങനെയാ മെത്തനോൾ ഉണ്ടാക്കുക ചോദിക്കും. എടാ, കാർബൺ മോണോക്സൈഡിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എങ്ങനെ? കാർബൺ മോണോക്സൈഡിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിന്റെ പ്രസൻസിലാ? ഒരു കാറ്റലിസ്റ്റ്. ആരാ? ZnOCr2O3 കാറ്റലിസ്റ്റ്. ആരാ? ZnOCr2O3 കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. പോരാ, പ്രഷർ 200 to 300 atm വേണം. ടെമ്പറേച്ചർ 573 to 673 കെൽവിൻ വേണം. ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വേണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആളാണ് CH3OH. ആരാ CH3OH? മെത്തനോൾ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആൽക്കഹോൾ ആണ് മക്കളെ എത്തനോൾ. എത്തനോൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ സുക്രോസ് എടുക്കുക. സുക്രോസ് എന്താ ഫോർമുല? C12H22O11 സുക്രോസ്. അതിലോട്ട് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുക. ഏത് എൻസൈമിന്റെ പ്രസൻസിലാ? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂക്കോസും കിട്ടും, ഫ്രക്ടോസും കിട്ടും. ഇതിൽ നിങ്ങൾ ഗ്ലൂക്കോസോ ഫ്രക്ടോസോ എടുത്തിട്ട് അതിലോട്ട് പുതിയൊരു എൻസൈം ആഡ് ചെയ്യുക, സൈമേസ്. ആ സൈമേസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് C2H5OH എന്നുള്ള എത്തനോളിനെ കിട്ടും. 2 കാർബണുള്ള ആൽക്കഹോളാണ് എത്തനോള് കിട്ടും. 2 എൻസൈമിന്റെ പേര് ഓർക്കണേ, ഇൻവെർട്ടേസും സൈമേസും. മനസ്സിലാക്കി വെച്ചോ. എത്തനോളിനെ വേണമെങ്കിൽ ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ എന്നൊക്കെ വിളിക്കും. ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ എന്നൊക്കെ എത്തനോളിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. തീർന്നു. ആൽക്കഹോൾ ആൻഡ് ഫീനോൾസ് കംപ്ലീറ്റ് തീർന്നു. ഇനി മക്കളെ ഈതേഴ്സ്. ആരാ പഠിക്കാനുള്ളത്? ഈതേഴ്സ്. അതിനു മുമ്പ് ഈതറിന്റെ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോ. ROR എന്നുള്ള ഫോർമുലയിൽ വരുന്ന ആളുകളാണ് മക്കളെ ആര്? ഈതേഴ്സ് എന്ന് പറയുന്ന ആള്. ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ പഠിക്കുമ്പോൾ ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. എന്താ ഡീഹൈഡ്രേഷൻ? വാട്ടറിനെ റിമൂവ് ചെയ്യുക. 2 ആൽക്കഹോൾ എടുത്താൽ ഒന്നിൽ നിന്ന് OHും ഒന്നിൽ നിന്ന് Hഉം റിമൂവ് ചെയ്താൽ ആര് പുറത്തോട്ട് പോയി? H2O പുറത്തോട്ട് പോയി. ബാക്കി കൂട്ടി എഴുതുക ROR. ആരാ ROR? ഈതറാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ എടുക്കുന്ന ടെമ്പറേച്ചർ എത്രയാ? 413 കെൽവിനാണ്, 413 കെൽവിനാണ്. അതാണ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ വഴി ഈതർ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് പഠിച്ചോ മക്കളെ, വില്യംസൺ സിന്തസിസ് അല്ലെങ്കിൽ വില്യംസൺ ഈതർ സിന്തസിസ്. എന്താ വില്യംസന്റെ ഈതർ സിന്തസിസ്? എടാ, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ആരാ ആൽക്കൈൽ ഹാലൈഡ്? ഹാലോ ആൽക്കൈൻ തന്നെ. ഹാലോ ആൽക്കൈൻ തന്നെയാണ് ആൽക്കൈൽ ഹാലൈഡ്. RON എടുക്കുക. ഇതിന്റെ പേരാണ് മക്കളെ പഠിച്ചോ, സോഡിയം
ആൽക്കോക്സൈഡ്. ആരാ മക്കളെ? സോഡിയം ആൽക്കോക്സൈഡ്. എന്താ സംഭവിക്കുക? ഇവിടെയുള്ള എക്സും ഇവിടെയുള്ള എന്നെയും കൂടി റിമൂവ് ആവും. എന്നെയും എക്സും പോയാൽ NaX പുറത്തോട്ട് പോയി. ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കുക. നോക്ക്, ROR. ആരാ ഈ ROR? ഈതർ. ഇതാണ് മക്കളെ വില്യംസൺസ് ഈതർ സിന്തസിസ്. എന്താ വില്യംസൺ ഈതർ സിന്തസിസ് പറഞ്ഞ? ഒരു ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും കൂടി കൂടുമ്പോൾ അവിടെ നിന്ന് NaX പുറത്തോട്ട് പോയി ഈതർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വില്യംസൺ ഈതർ സിന്തസിസ്. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. CH3Cl പ്ലസ് CH3ONa കിട്ടി. ഇതിനെ ട്രീറ്റ് ചെയ്താൽ പറ, ഇവിടെയുള്ള NAയും ഇവിടെയുള്ള Clഉം ആരാ പുറത്തോട്ട് പോവുക? NaCl. ബാക്കി നിങ്ങൾ ലിങ്ക് ചെയ്യേ CH3OCH3. അപ്പൊ ആരാ? CH3OCH3. ഈ ഫോർമുലയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എന്താ വിളിക്കുക? ഈതർ എന്നാ വിളിക്കുക. ROR ഫോർമുല. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മക്കളെ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ആരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി? ഈതറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. ഈതറിന്റെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഈതറിന്റെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ആൽക്കഹോളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാണ് ഈതറിന്. എന്താ കാരണം എന്നറിയോ? ആൽക്കഹോളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവാണ് ഈതറിന്. എന്താ കാരണം? ബിക്കോസ് ആൽക്കഹോളിൽ ഏത് ബോണ്ട് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആൽക്കഹോളിനുണ്ട്. പക്ഷേ ഈതറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആബ്സെന്റ് ആണ്. ഈതറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആബ്സെന്റാ. അതുകൊണ്ട് തന്നെ ഈതറിന്റെ ബോയിലിംഗ് പോയിന്റ് ആരെക്കാളും കുറവാ? ആൽക്കഹോളിനേക്കാളും കുറവാണെന്ന് മാത്രം ബോയിലിംഗ് പോയിന്റ് ആയ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയ ബോയിലിംഗ് പോയിന്റിൽ പഠിച്ചാൽ മതി. ബോയിലിംഗ് പോയിന്റ് തീർന്നു. ലാസ്റ്റ് ടോപ്പിക്ക് കെമിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ. പഠിച്ചോ? റിയാക്ഷൻ വിത്ത് HX. ആരാ? റിയാക്ഷൻ വിത്ത് HX. എന്താ HX? ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. എടാ, ഒരു ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓന്റെ കൂടെ ഇവിടെയുള്ള എക്സും ഈ ആറിന്റെ കൂടെ ഇവിടെയുള്ള എച്ചും കടന്നു വരും. നോക്കണേ, സോറി ചെറിയൊരു ചേഞ്ച് പറഞ്ഞതിൽ, സാറ് പറഞ്ഞതിൽ ചെറിയൊരു ചേഞ്ച്. എച്ച് ഓന്റെ കൂടെ, ഓ കണ്ടാൽ അവിടേക്ക് ആര് കടന്നു വരും? എച്ച് കടന്നു വരും. എക്സ് എങ്ങോട്ടാ വരിക? ആറിന്റെ കൂടെ. മറക്കരുത്, എച്ച് ഓന്റെ കൂടെ എക്സ് ആറിന്റെ കൂടെ, വിച്ച് മീൻസ് RX. ആരാ? RX എന്ന് പറയുന്ന ഫോർമുല ഉള്ള ആള് ഹാലോ ആൽക്കെയിൻ ആണ്. ആരാ? ROH എന്ന് പറയുന്ന ഫോർമുല ഉള്ള ആള് ആൽക്കഹോൾ ആണ്. വിച്ച് മീൻസ് ഒരു ഈതറിലോട്ട് നിങ്ങൾ HX ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഹാലോ ആൽക്കെയിനും കിട്ടും ആൽക്കഹോളും കിട്ടും എന്നുള്ളതാണ് റിയാക്ഷൻ വിത്ത് HX. ലാസ്റ്റ് റിയാക്ഷൻ പഠിക്കാനുള്ളത് കണ്ടോ? ഇത് നോക്കടാ. ഈ റിയാക്ഷൻ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? എടാ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓന്റെ അടുത്തേക്ക് H പോവും, CH3യുടെ കൂടെ പോവും. വിച്ച് മീൻസ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആരാ? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OH വരും. പ്ലസ് ഇവിടെ CH3യുടെ കൂടെ I വന്നാൽ CH3I വരും. പഠിച്ചു വെക്കണേ. ഈ ടൈപ്പ് റിയാക്ഷൻ ആണ് ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചത്, റിയാക്ഷൻ വിത്ത് HX. ഇനി നോക്കടാ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്നെക്കാളും വിവരം നിങ്ങൾക്ക്. നിങ്ങളൊരു കാര്യം പഠിക്കണം. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OCH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അനിസോള്. ആരാ മക്കളെ? അനിസോള്. ഈ OCH3 ഗ്രൂപ്പ് എല്ലാവരും പഠിച്ചു വെക്കണേ. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. OCH3 ഗ്രൂപ്പ് ഏത് ഡയറക്റ്റിംഗാ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗാ. അതുകൊണ്ട് എപ്പോഴും രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഏതാ? ഓർത്തോ പ്രൊഡക്റ്റ് ഉണ്ടാവും, പാരാ പ്രൊഡക്റ്റ് ഉണ്ടാവും. നോക്കിക്കോ. എടാ, ഞാൻ OCH3 എടുത്തു. ഫസ്റ്റ് ബ്രോമിൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എത്തനോയിക് ആസിഡ്. ബ്രോമിൻ ഇൻ എത്തനോയിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ ബ്രോമിനേഷനാ നടക്കുക. ഓർത്തോ പൊസിഷനിലും ബ്രോമിൻ വരും, അതുപോലെ തന്നെ പാരാ പൊസിഷനിലും ബ്രോമിൻ വരും. ഹാലോജിനേഷൻ അല്ലെങ്കിൽ ബ്രോമിനേഷൻ തീർന്നു. രണ്ടാമത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നിങ്ങൾ ആഡ് ചെയ്യണം മക്കളെ? CH3Cl ആഡ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ആൻഡ് CS2. അപ്പോൾ ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോയിലും പാരയിലും ഏത് ഗ്രൂപ്പ് കടന്നു വരും? CH3 ഗ്രൂപ്പ് കടന്നു വരും. ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോയിലും പാരയിലും CH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പൊ എന്താ മക്കളെ? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. നിങ്ങൾ ആഡ് ചെയ്യുന്ന ആള് CH3COCl. അപ്പൊ CH3CO ഓർത്തോയിലും വരും,
പാരയിലും കടന്നു വരും. COCH3 കണ്ടോ, ഓർത്തോയിലും വന്നു, പാരയിലും കടന്നു വന്നു. ബിക്കോസ് ഇത് ഏത് ഡയറക്റ്റിംഗ് ആ, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ആര്? OCH3, അതായത് അനിസോള്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് റിയാക്ഷനാ നൈട്രേഷൻ. എന്താ നൈട്രേഷൻ? നിങ്ങൾ അനിസോൾ എടുക്കുക, ആ അനിസോളിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും HNO3 കൂടി ആഡ് ചെയ്താൽ നൈട്രേഷൻ നടത്തുമ്പോൾ ഏത് ഗ്രൂപ്പ് കടന്നു വരും? നിങ്ങൾ പഠിച്ചിരിക്കണ്, NO2 ഗ്രൂപ്പ് കടന്നു വരണം. എവിടൊക്കെ കടന്നു വരും? ഓർത്തോയിലും വരും, പാരയിലും NO2 ഗ്രൂപ്പ് കടന്നു വന്നാൽ ഏത് റിയാക്ഷനായി മക്കളെ? നൈട്രേഷനായി എന്ന് കൂടി നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമ്മളുടെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്റർ വൃത്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഡിസ്കസ് ചെയ്തു, ഒരൊറ്റ വീഡിയോയിൽ തീർത്ത്. ഓക്കെ അല്ലടാ? ഇതാണ് നിങ്ങളുടെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്റർ. എന്തിനാ ഈ സമ്മറി വീഡിയോ തരുന്നത്? ഇത് മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കത്തും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ മൈൻഡിലോട്ട് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ സമ്മറി വീഡിയോയുടെ പർപ്പസ്. അപ്പൊ നമ്മൾ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററും അവിടെ കറക്റ്റ് തീർത്തിരിക്കുന്നു. ഓക്കെ മക്കളെ, താങ്ക് യു.